കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ഫാത്തിമ റിസ എന്ന് പറയുന്ന വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 8 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളോട് കൂടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന ഈ പെൺകുട്ടി സ്വന്തം വീടിൻ്റെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 2026 ജനുവരി 8-നായിരുന്നു ഇർസയുടെ വിവാഹം കഴിഞ്ഞത്. ദുബായിൽ ജോലി ചെയ്യുന്ന ആസിഫ് എന്ന ആളായിരുന്നു ഇർസയെ വിവാഹം കഴിച്ചത്. എന്നാൽ 8 മാസം തികയും മുമ്പേ ആ പെൺകുട്ടിയുടെ ജീവിതം മണ്ണടിയുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്നും വളരെയധികം പ്രയാസങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു വെക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ഇർസ തൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചുള്ള ആത്മഹത്യക്കുറിപ്പ് എഴുതി വച്ചിരുന്നു. മാത്രമല്ല ഇർസ തൻ്റെ കൂട്ടുകാരിയോട് അവിടെയുണ്ടായിരുന്ന മാനസിക പ്രയാസങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും പറയുന്ന വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും റിസ ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് കൈനരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ വിവരം ആസിഫിൻ്റെ വീട്ടുകാർ റിസയുടെ മാതാപിതാക്കളെ അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വളരെയധികം വിഷമത്തോടു കൂടിയും അതോടൊപ്പം തന്നെ അമർഷത്തോടു കൂടിയുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമത്തുൽ റിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറിപ്പുകളും വാർത്തകളും ഒക്കെ കാണാൻ സാധിച്ചു. പക്ഷെ ഇന്നാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. കണ്ണൂർ പൊയ്ത്തങ്കടവിലെ 20-കാരി ഫാത്തിമത്തുൽ റിസയുടെ ആത്മഹത്യയിൽ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും 8 മാസം മാത്രമേ ആകുന്നുള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന ആ 20 വയസ്സുള്ള പെൺകുട്ടി സ്വന്തം വീടിന്റെ കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയാണ്. ഈ പ്രായത്തിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ 8 മാസത്തിനുള്ളിൽ മാത്രം ആ പെൺകുട്ടി അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ ആഴം എത്രത്തോളമായിരിക്കും. നോക്കൂ, 2026 ജനുവരി 8-നായിരുന്നു റിസയുടെ വിവാഹം നടന്നത്. ദുബായിൽ ജോലിയൊക്കെയുള്ള ആസിഫ് എന്ന് പറയുന്നവനായിരുന്നു റിസയെ വിവാഹം ചെയ്തത്. എന്നാൽ 8 മാസം തികയും മുമ്പേ ആ പെൺകുട്ടിയുടെ ആ ജീവിതം മണ്ണടിയുകയാണ്. ആ പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്നും വലിയ രീതിയിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ കുടുംബം പറഞ്ഞു വെക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 8 മാസം തികയും മുൻപേ യുവതി ജീവനൊടുക്കിയത് ഭർത്താവിന്റെ പീഡനവും ലഹരി ഉപയോഗവും കാരണമെന്നാണ് പരാതി. റിസയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യക്കുറിപ്പും കൂട്ടുകാരിക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങളും തെളിവായി വീട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മരിക്കുന്നതിന് മുമ്പ് റിസ അവസാനമായി തന്റെ ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു. മാത്രമല്ല തന്റെ കൂട്ടുകാരിയോട് അവിടെ ഉണ്ടായ വിഷമങ്ങളെ കുറിച്ചും മാനസിക പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന ശബ്ദ സന്ദേശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വെറുതെ ആവശ്യമില്ലാണ്ട് എന്തെല്ലോ കാരണം പറഞ്ഞിട്ട് എന്റെ അടുത്ത് അടിയാക്കിയതാണ്. വേണ്ടാണ്ട് ആവശ്യമില്ലാണ്ട് ചീത്ത വിളിച്ചിട്ടും ആക്കിയിട്ടെല്ലാം പേടിപ്പിക്കുക. അതൊക്കെ നിൽക്കാൻ കഴിയുന്നില്ല. ചോന്റെ ഉപ്പ് വരിയൂല കൊറേ ഓനിക്ക് സന്തോഷായിരിക്കും. പക്ഷെ എന്റെ ഉപ്പയും വരിയൂല. ആദ്യം ഇങ്ങനെ ഒരു തീരാൻ കഴിയൂല. എന്റെ റൂമില് കല്യാണത്തിന്റെ ലഹങ്ക വെച്ചതിന്റെ ഉള്ളോട്ടായിട്ടൊരു റെഡ് കവർ ഉണ്ട്. അതില് 2 പേപ്പർ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കുന്നത്. ഓനങ്ങനെ നല്ലോനായിട്ട് ജീവിക്കണ്ടാണ്. അതുമാത്രമല്ല റിസ ജീവനൊടുക്കിയ അതേ ദിവസം തന്നെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഭർത്താവായ ആസിഫ് വിദേശത്തേക്ക് അഥവാ ദുബായിലേക്ക് ഒളിച്ചോടിയിരിക്കുകയാണ് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത്. റിസ മരിച്ച അന്ന് തന്നെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നു. ഏതൊരു പെൺകുട്ടിയും പോലെ സുന്ദരമായ ദാമ്പത്യം സ്വപ്നം കണ്ടാണ് റിസയും ആസിഫിന്റെ കൈപിടിച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 2-ാം മാസം മുതൽ തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കരിനിഴൽ വീണു തുടങ്ങി. ആസിഫിൽ നിന്നും ക്രൂരമായ മാനസികവും ശാരീരികവുമായ പീഡനങ്ങളാണ് റിസയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം എന്നുള്ളത് ഇതിനു മുമ്പ് മാർച്ച് 1-ന് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് റിസ കൈനരമ്പ് മുറിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അന്നത്തെ ആ ഒരു സംഭവം ആസിഫിന്റെ വീട്ടുകാർ റിസയുടെ സ്വന്തം മാതാപിതാക്കളെ അറിയിക്കാതെ മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് റിസയുടെ കുടുംബം പറയുന്നത്. അവരെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് ചാലം മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പോയിട്ടും അവർ ഒരു വാക്ക് ഇങ്ങനെ മോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു വിവരം ഈ സമയമായിട്ട് അവരെ നമ്മളെ അറിയിച്ചിട്ടില്ല. ഒരു പെൺകുട്ടി മരണത്തിന്റെ വക്കീൽ വരെ എത്തിയിട്ടും അതിനെ നിസ്സാരവൽക്കരിക്കാനും സത്യം മറയ്ക്കാനുമാണ് ആ വീട്ടുകാർ ശ്രമിച്ചത് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നീട് ഏപ്രിൽ 11 വിസിറ്റിംഗ് വിസയിൽ 2 മാസത്തേക്ക് റിസ ഗൾഫിലേക്ക് പോവുകയാണ്. ദുബായിൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ റിസയ്ക്ക് വലിയ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നു എന്നാണ് കുടുംബക്കാർ സങ്കടത്തോടുകൂടി പറഞ്ഞു വെക്കുന്നത്. വിദേശത്ത് വെച്ച് ആസിഫും അയാളുടെ കൂട്ടുകാരും MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നതായി റിസയുടെ ബന്ധു ആരോപിക്കുന്നുണ്ട്. ഏപ്രിൽ 11 ഗൾഫിലേക്ക് പോയി വിസിറ്റിംഗ് 2 മാസത്തേക്ക്. അവിടെ നിന്നാണ് കൂടുതൽ പീഡനം. അവിടെ അവന്റെ 4 ഫ്രണ്ട് വന്നിട്ട് MDMA വന്നിട്ട് അത് ഉപയോഗിക്കലും ഇവളെ പീഡിപ്പിക്കുകയും മദ്യക്കുകയും കൂടുതൽ വിഷമങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കിയാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ലഹരി ഉപയോഗിച്ച് വന്ന് ഭർത്താവായ ആസിഫ് റിസയെ ദിവസം ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു, അനാവശ്യമായി സംശയിക്കുമായിരുന്നു, മാനസികമായി തകർക്കുക, മർദ്ദിക്കുക, ഇതെല്ലാം അവിടെ നിത്യസംഭവമായിരുന്നുവെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കുളിമുറിയിൽ കയറി ലഹരിപ്പൊടി വലിക്കുന്ന ഭർത്താവിനെ ഭയത്തോടെ കണ്ടു നിൽക്കേണ്ടി വന്ന ആ ഒരു 20-കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓന് ആ നാടുള്ളപ്പം തന്നെ ഓനെല്ലാം യൂസ് ആക്കലുണ്ട്. ഓന് ബാത്റൂമിൽ കയറിയിട്ട് പൊടി അടിക്കുന്നത് പോലെ എല്ലാം യൂസ് ആക്കലുണ്ട്. അനുഭവിച്ച യാതനകൾ താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് റിസ തന്റെ കൂട്ടുകാരിക്ക് വാട്സപ്പിലൂടെ വോയിസ് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. ഈ ശബ്ദരേഖകൾ കേൾക്കുന്ന ഏതൊരാളുടെയും നെഞ്ചു പൊട്ടിപ്പോകും. റിസ വോയിസ് ക്ലിപ്പുകളിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ എല്ലാ യൂസും, അതായത് ലഹരി ഉപയോഗവും ഉണ്ട്. ബാത്റൂമിൽ കയറി പൊടിയടിക്കുന്നത് ഞാൻ കണ്ടതാണ്. എനിക്ക് ഇങ്ങനെയൊരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ സംശയിക്കുകയാണ്. താൻ നേരിടുന്ന ക്രൂരമായ അതിക്രമങ്ങളെ കുറിച്ച് റിസ സുഹൃത്തുക്കളോട് പറയുമ്പോഴും പ്രായമുള്ള അസുഖബാധിതനായ തന്റെ സ്വന്തം പിതാവിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി സ്വന്തം വീട്ടുകാരിതൊന്നും അവൾ അറിയിച്ചിരുന്നില്ല. എത്രത്തോളം സഹനശക്തിയും മാതാപിതാക്കളുടെ സ്നേഹവുമുള്ള കുട്ടിയായിരുന്നു റിസ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമ്മളെ മുന്നിൽ ഉപ്പാനും മണി അത്രയും വിഷമിപ്പിക്കാത്ത ഒരു ജീവിതം അവളെ കണ്ടത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടുകൂടി സ്വന്തം വീട്ടിലെത്തിയ റിസ രാത്രിയേറെ വൈകിട്ടും മുകളിലത്തെ മുറിയിൽ നിന്ന് താഴേക്ക് വന്നിരുന്നില്ല. തുടർന്ന് സംശയം തോന്നിയ ബന്ധുക്കൾ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കിടന്ന സമയത്താണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ റിസയെ കണ്ടത്. മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കല്യാണ ലഹങ്കയ്ക്കുള്ളിലെ റെഡ് കവറിൽ നിന്നും 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പാണ് പോലീസ് കണ്ടെത്തിയത്. ഈ ആത്മഹത്യാക്കുറിപ്പും ശബ്ദ സന്ദേശങ്ങളും ആസിഫിന്റെയും അയാളുടെ കുടുംബത്തിന്റെയും ക്രൂരതകൾക്കുള്ള തെളിഞ്ഞ തെളിവുകളാണ്. റിസ ആത്മഹത്യ ചെയ്ത അതേ ദിവസം തന്നെ യാതൊരു കുറ്റബോധമില്ലാതെ ഭർത്താവ് ആസിഫ് വിദേശത്തേക്ക് കടന്നു കളഞ്ഞുവെന്നാണ് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവൻ പൊലിഞ്ഞിട്ടും അവളെ ഒന്ന് കാണാനോ കുടുംബത്തെ ആശ്വസിപ്പിക്കാനോ നിൽക്കാതെ നാടുവിട്ട ഇയാളുടെ പ്രവൃത്തിയിൽ വലിയ ദുരൂഹതയുണ്ട്. ദുബായിൽ ജോലി ചെയ്യുമ്പോഴും മാസത്തിൽ 1-2 ദിവസത്തേക്ക് അടിക്കടി നാട്ടിൽ വന്നു പോകുന്ന ആസിഫിന്റെ പെരുമാറ്റത്തിൽ നാട്ടുകാർക്കും വലിയ സംശയങ്ങളുണ്ട്. ഇയാൾ കേവലം ലഹരി ഉപയോഗിക്കുക മാത്രമല്ല, അന്താരാഷ്ട്ര ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാരിയറാണോ എന്ന് നാട്ടുകാരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. റിസയുടെ സുഹൃത്തുക്കൾക്ക് അയച്ച ഒരു സന്ദേശത്തിൽ ഗൾഫിൽ നിന്ന് MDMA കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, ഡ്രഗ്സിന് അടിമയാണ് എന്നുള്ള ഒരു സംഗതി അതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയ്ക്ക് നാട്ടിലേക്ക് വരുന്നത് ഇയാളൊരു കരിയർ ആണോ എന്നുള്ള സംശയം നാട്ടുകാർക്ക് എന്നുള്ള ലെവലിൽ നമുക്കുണ്ട്. സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും ഗാർഹിക പീഡനത്തിനും വളപട്ടണം പോലീസ് ആസിഫിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫോണും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടരുകയാണ്. ഒരു മകളെ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ കണ്ണീരിന് വില കൽപ്പിച്ച് പ്രതി എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. നോക്കൂ, ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ജീവൻ ഒടുക്കുക എന്നത് ഒരിക്കലും ഒരു മാർഗമല്ല. നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിലൂടെ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കുന്നില്ല. എന്നാൽ അതിന്റെ പ്രയാസങ്ങളും ജീവിതകാലം മുഴുവനുമുള്ള വേദനാജനകമായ ഭാരവും പേറേണ്ടി വരുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്. ഭർത്താവിനെന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ സഹിക്കാനാവാത്ത മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടെങ്കിൽ അത് സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഉടൻ തന്നെ ആ വീട്ടിൽ നിന്നും നിങ്ങൾ ഇറങ്ങിപ്പോരുക. നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് നിങ്ങൾ തിരികെ വരിക. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ അവിടെ നിങ്ങളുടെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഇതോടൊപ്പം മാതാപിതാക്കളുടെ മനോഭാവവും മാറേണ്ടതുണ്ട്. പെൺകുട്ടികൾ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലെ പീഡനങ്ങളെ കുറിച്ച് പരാതി പറയുമ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മോളെ, കുടുംബമായാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, സഹിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചയക്കുന്ന ഒരു പ്രവണത ചില മാതാപിതാക്കളിൽ കണ്ടുവരാറുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ മകൾ പറയുന്നത് ഗൗരവത്തോടുകൂടി നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതുണ്ട്. മകളുടെ ജീവിതത്തെക്കാൾ വലുതല്ല അന്തസ്സോ നാട്ടു നടപ്പോ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, തന്റെ മകൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ചെറുപ്പക്കാരന്റെ സ്വഭാവം എന്താണ്, കുടുംബ പശ്ചാത്തലം എന്താണ്, കൂട്ടുകെട്ട് എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കേണ്ടതുണ്ട്. വലിയ ആഡംബരത്തിൽ കല്യാണം നടത്തുന്നതിലോ സോഷ്യൽ മീഡിയയിൽ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിലോ അല്ല കാര്യം. മകളെ ഒരാൾക്ക് കൈപിടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തെക്കുറിച്ചും അവന്റെ കൂട്ടുകെട്ടുകളെ കുറിച്ചും ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ലഹരി മാഫിയ സജീവമായ ഈ കാലഘട്ടത്തിൽ
വലിയ ജാഗ്രത അത്യാവശ്യമാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടതറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ.